നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോയിൽ മികച്ച പ്രകടനവുമായി മലയാളി പെൺകുട്ടി നൈനിക റിനീഷ്. ബാങ്കോക്കിൽ നടന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ഫാഷൻ ഷോയിൽ ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ UAE പ്രതിനിധീകരിച്ച് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശി 11 വയസ്സുകാരി നൈനിക റിനീഷ് മികച്ച നാഷണൽ പ്രസന്റേഷൻ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാർജ ഇന്ത്യൻ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ 11 വയസ്സുകാരി. ദുബായിൽ ബിസിനസ് നടത്തിവരുന്ന റെനീഷിന്റെയും നീതു റെനീഷിന്റെയും 3 മക്കളിൽ മൂത്ത മകളാണ് നൈനിക. 60ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിലെ പ്രകടന മികവിലൂടെ യുഎയുടെ പ്രിൻസസായും നൈനിക വിജയകിരീടം ചൂടി. പഠനത്തിനൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും നൈനിക തന്റെ കഴിവുകൾ പ്രകടമാക്കിയിട്ടുണ്ട്. അഭിമുഖം, നാഷണൽ കോസ്റ്റ്യൂം, ഗ്രൗണ്ട് റൗണ്ട് വാക്ക് എന്നിവയിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. മോഡലിംഗ് രംഗത്തും സിനിമാ രംഗത്തും താരമായി അറിയപ്പെടണമെന്നാണ് നൈനികയുടെ സ്വപ്നങ്ങൾ. ഇതിനു പുറമെ മിസ് ബ്യൂട്ടിഫുൾ 2024 മികച്ച ടിക്ടോക്കറായും പുരസ്കാരങ്ങൾ ഈ 11 വയസ്സുകാരി നേടിയെടുത്തു കഴിഞ്ഞു. തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകണം. നിയമ ഭേദഗതിയുമായി UAE. വീസ റദ്ദാക്കൽ രേഖകൾ പിടിച്ചുവെക്കരുത്. തൊഴിലാളിയുടെ വീസ റദ്ദാക്കിയാലും അവരുടെ ഫയലുകൾ കമ്പനികൾ 2 വർഷം വരെ സൂക്ഷിക്കണമെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. തൊഴിലാളികൾക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഫീസ് വാങ്ങരുതെന്നും നിർദ്ദേശമുണ്ട്. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഫെഡറൽ തൊഴിൽ നിയമത്തിൽ വരുന്ന ഭേദഗതിയിലാണിത്. വിസയും തൊഴിൽ കരാറും റദ്ദാക്കുന്നതിന് തൊഴിൽ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കണം. തൊഴിലാളിയുടെ രേഖകൾ പിടിച്ചുവെക്കുകയോ വിസ റദ്ദാക്കുകയോ ഉടൻ അവകാശങ്ങൾ നൽകാതെ രാജ്യം വിടാൻ നിർബന്ധമാക്കുകയോ ചെയ്യരുത്. സേവനാനുകൂല്യങ്ങളും മറ്റു അലവൻസുകളും നൽകിയ ശേഷമേ തൊഴിലാളികളെ അവരുടെ രാജ്യത്തേക്ക് തിരികെ അയക്കാവൂ. വിമാനം പറത്തിയത് യോഗ്യതയില്ലാത്ത പൈലറ്റുമാർ. എയർ ഇന്ത്യക്ക് പണി കിട്ടി. യോഗ്യതയില്ലാത്ത പൈലറ്റുമാരെ ഉപയോഗിച്ച് വിമാന സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് വൻ പിഴ. 90 ലക്ഷം രൂപയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പിഴ ചുമത്തിയത്. ഇതിനൊപ്പം വീഴ്ചയുടെ പേരിൽ കമ്പനിയുടെ ഓപ്പറേഷൻ ഡയറക്ടർക്കും ട്രെയിനിംഗ് ഡയറക്ടർക്കും യഥാക്രമം 3 ലക്ഷം വീതവും പിഴ ചുമത്തിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാൻ പൈലറ്റുമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ അധികൃതരുടെ പ്രതികരണം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം 10-ന് കമ്പനി സ്വമേധയാ സമർപ്പിച്ച റിപ്പോർട്ട് വഴിയാണ് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് അന്വേഷണം നടത്തിയത്. നിരവധി ഗുരുതരമായ പോരായ്മകളാണ് ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് അധികൃതർ പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഇനി വിസ വേണ്ട. ഇന്ത്യക്കാർക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ അവസരമൊരുക്കി മറ്റൊരു രാജ്യം കൂടി. ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വിസ രഹിത യാത്രയ്ക്ക് അവസരം നൽകുന്നത്. ഇന്ത്യ, UK, US ഉൾപ്പെടെ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് വിസ ഇല്ലാതെ യാത്ര ചെയ്യാനാകുന്നത്. ഒക്ടോബർ 1 മുതലാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ശ്രീലങ്കയിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാനാകുക. 30 ദിവസം വരെ രാജ്യത്ത് തങ്ങാനാകും. 6 മാസത്തെ ഈ പദ്ധതി വഴി വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തമാക്കുകയും എന്നാണ് ശ്രീലങ്കൻ സർക്കാർ ലക്ഷ്യമാക്കുന്നത്. പുതിയ തീരുമാനം ഇന്ത്യക്കാർക്കേറെ പ്രയോജനകരമാണ്. ശ്രീലങ്ക സന്ദർശിക്കുന്നവരിൽ കൂടുതലും ഇന്ത്യക്കാരാണ്. GDRFA ദുബായ് ഫ്രിഡ്ജൽ ഫരീജ് സംരംഭം ആരംഭിച്ചു. 8000 തൊഴിലാളികൾക്ക് പ്രയോജനം. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അഥവാ GDRFA കടുത്ത വേനൽക്കാലത്ത് തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഫ്രിഡ്ജൽ ഫരീജ് സംരംഭം ആരംഭിച്ചു. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ഈ സംരംഭം ദുബായിലെ വിവിധ നിർമ്മാണ സ്ഥലങ്ങളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികൾക്ക് ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്യുന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിനകം ഏകദേശം 8000 തൊഴിലാളികൾക്ക് ഈ സംരംഭം പ്രയോജനകരമായതായി GDRFA അധികൃതർ അറിയിച്ചു. തൊഴിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അതുവഴി തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി GDRFAയുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം. ചൂടിനാശ്വാസം. സുഹൈൽ നക്ഷത്രം ഇന്നുദിക്കും. GCC രാജ്യങ്ങളിൽ ചൂടിനും ഹ്യൂമിഡിറ്റിക്കും ആശ്വാസം നൽകാൻ കാലാവസ്ഥാ മാറ്റത്തിന്റെ അടയാളമായി സുഹൈൽ നക്ഷത്രം ഇന്നുദിക്കും. സുഹൈൽ ഉദിച്ച് 40 ദിവസത്തിനുള്ളിൽ അന്തരീക്ഷം തണുക്കുമെന്നാണ് കണക്കാക്കുന്നത്. 52 ദിവസം ദൈർഘ്യമുള്ള സുഹൈൽ നക്ഷത്രത്തിന്റെ കാലയളവിന് 4 ഘട്ടങ്ങളായി കാലാവസ്ഥാ നിരീക്ഷകരും ഗോളശാസ്ത്രജ്ഞരും വിഭജിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടം കഴിയുന്തോറും ചൂട് കുറയുകയും അന്തരീക്ഷം തണുക്കുകയും ചെയ്യും.
അറബിയിൽ അൽ തർഫ, അൽ ജബ്ഹ, അൽ സെബ്ര, അൽ സർഫ എന്നിവയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ 4 ഘട്ടങ്ങൾ. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ചൂടിനും ഹ്യൂമിഡിറ്റിക്കും സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് ആശ്വാസമാകും. അന്തരീക്ഷ താപനില കുറയുന്നതോടൊപ്പം മഴ പെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.